ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് കാണിക്കാനായിട്ടാണ്. ഇപ്പൊ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനിലേക്ക് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ കളക്ഷനിലേക്ക് അയച്ചു തരുന്നുണ്ട് സാരീസ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ സബ്സ്ക്രൈബർ കളക്ഷനെ കുറിച്ച് രണ്ട് കാര്യം പറയുവാണ്. ഒത്തിരി വലിച്ചു നീട്ടുമല്ല, ജസ്റ്റ് എനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നിയ വീഡിയോയിൽ. നമുക്കിപ്പോൾ ഒരു 1 year ആയി നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിനോടിടയ്ക്കായിട്ട് നമുക്കൊരു 10-20 പേരോളം സബ്സ്ക്രൈബർ കളക്ഷനിൽ സാരീസ് റെഗുലർ ആയിട്ട് അയക്കുന്നവരുണ്ട്. അല്ലാതെ 1-2 പ്രാവശ്യമൊക്കെ അയച്ച ഒരുപാട് പേരുണ്ട്. എന്നാലും റെഗുലർ ആയിട്ട് നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിലേക്ക് വീണ്ടും വീണ്ടും സാരീസ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് നമുക്ക് ഓരോ പ്രാവശ്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴല്ലേ പുതിയ പുതിയ വർക്കുകൾ വീണ്ടും വീണ്ടും തരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പല സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു വർക്ക് അയച്ചിരുന്ന കുറെ ആൾക്കാർ അവരുടെ വർക്ക് ആദ്യമായിട്ട് വീഡിയോയിൽ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അയച്ചിരുന്നവരുണ്ട്. ആദ്യമായിട്ട് സെല്ല് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ അയച്ചിരുന്ന കുറെ പേരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പല സാഹചര്യങ്ങളിൽ നിന്ന്, അതായത് അവർക്ക് അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു റിലീഫിന് വേണ്ടി ഈ ഒരു എംബ്രോയിഡറി ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ഈ ലാസ്റ്റ് ഒരു ടൈം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അങ്ങനത്തെ കുറെ പേരെ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനകത്ത് സാരീസ് അയച്ചിരുന്നവരെ കുറിച്ച് നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയില്ലാതെ നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ തുടങ്ങിയതും, അതുപോലെ നമ്മൾ ഈ ഒരു ആൾക്കാർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇതിലേക്ക് ആദ്യം സാരീസ് ഒക്കെ അയക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ഓർഡേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അവരുടെ സാരീസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതിലൂടെ ഫിനാൻഷ്യലി മാത്രമല്ല, നമുക്ക് ഒരുപാട് മെന്റലി കുറെ ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ സാരീസ് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു റെഡ് കളറിലെ ഒരു സാരിയാണ്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇത് കോട്ട ഫാബ്രിക് ആണ്, സിൽക്കി കോട്ട, നൈലോൺ കോട്ട എന്നൊക്കെ പറയുന്ന ഫ്ലോയി ആയിട്ടുള്ള കോട്ട ചെക്ക് വരുന്ന തന്നെ പാറ്റേണിൽ വരുന്ന സാരിയാണ്. ഇതിനകത്ത് വൈറ്റ് കളറിലെ ഹണികോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. 3 ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഹണികോം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവേഴ്സും ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് എലമെന്റ് അല്ലാതെ ഈ ലീഫ് പാറ്റേണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടും അതുപോലെ ഫേൺ സ്റ്റിച്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് എലമെന്റ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഹണികോം സ്റ്റിച്ച് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ്. നല്ല വലുപ്പത്തിൽ തന്നെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ചെറിയ ഡിസൈൻ, സിംഗിൾ ഫ്ലവറും ലീഫ് പാറ്റേണും ഒക്കെ ആയിട്ട് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല ഫ്ലോയി ആയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നൈലോൺ കോട്ട വരുന്നത്. ഇതിനെ സിൽക്കി കോട്ട എന്നും സിൽക്കി ചെക്ക് കോട്ട എന്നും ഒക്കെ പറയുന്നുണ്ട്. പല പേരുകളിലാണ് ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ അറിയപ്പെടുന്നത്. നമ്മുടെ കോട്ടൺ ചെക്ക് കോട്ടയുടെ സെയിം ചെക്സ് ആണ്. ചെക്സ് ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ചെക്സ് പാറ്റേൺ ആണ് വരുന്നിരിക്കുന്നത്. പക്ഷെ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ആ ഒരു ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ ആണ്. റണ്ണിങ് പോർഷനിൽ വീണ്ടും സിംഗിൾ ഫ്ലവറും ലീഫും ഒക്കെ വരുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം കാണാവുന്ന രീതിയിൽ തന്നെ വരുന്നത് പോലെയാണ് ഈ ഒരു 2 ഡിസൈൻസ് വരുന്നത്. 3 ഫ്ലവർ വീതം വരുന്ന നമ്മൾ ആ ഒരു പല്ലു പോർഷനിൽ കണ്ട ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ട ഡിസൈനെ കുറച്ച് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇതൊരു കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സാരി. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ബോട്ടം പോർഷനിലാണ്, റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ചെറിയ സിംഗിൾ ഫ്ലവർ ഡിസൈൻ, നമ്മൾ പല്ലുവിന്റെ ഉൾവശത്തൊക്കെ കണ്ടതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2850 ആണ്, 2850 റുപ്പീസ് ആണ്. അപ്പം ക്രിസ്മസിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷനിലുള്ള ഈ ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. റെഡ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ഒരു ഷെയ്ഡാണ് ഗ്രീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് വീണ്ടും ഒരു ഗ്രീൻ കളറാണ്. സെയിം മെറ്റീരിയൽ ആണ്, സെയിം ആ ഒരു സിൽക്കി ചെക്ക് വരുന്ന പാറ്റേണിൽ വരുന്നൊരു മെറ്റീരിയൽ. അതിനകത്ത് പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. സ്കാറ്റർ ചെയ്തൊരു ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ ആ ഒരു മെയിൻ എൻ പോർഷൻ ആണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ സ്കാറ്റർ ചെയ്താണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു പല്ലുവിന്റെ എൻ പോർഷൻ വരുമ്പോഴത്തേനും കൊടുത്തിരിക്കുന്നത്.
അതുപോലെ നടുക്കൊരു പേൾ വർക്കും ഒക്കെ കൊടുത്ത് ഒരു ലേസി ഡേസി സ്റ്റിച്ചിന്റെ എൻഡിൽ, അതായത് ലേസി ഡേസി ഫ്ലവർ പാറ്റേണിലോട്ട് വന്നിട്ട് അതിനെ ആ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട്, അതായത് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിന്റെ എൻഡിൽ ഫ്രഞ്ച് നോട്ട് വരുന്നത് പോലെയും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്ന പോലെയൊക്കെ ഒരു പാറ്റേൺ, അതിനകത്ത് ആ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പാറ്റേൺ വന്നിരിക്കുന്ന പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഓരോരോ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ്. അത് ആ ഗ്രീനിൽ ആ ഒരു പിങ്കിന് ഡബിൾ ഷെയ്ഡ് കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ പല്ലുവിന്റെ മറ്റ് ഉള്ളിൽ വരുന്ന എൻഡിലും ഇതുപോലെ തന്നെ അത്യാവശ്യം സൈസിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അതായത് ഡിസൈൻ വൈസ് നമ്പർ ഓഫ് ഡിസൈൻസ് കുറേ കൊടുത്തിട്ടുണ്ട്, സ്കാറ്റർ ചെയ്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഒരുപാട് ഗ്രീനിന്റെയോ അല്ലെങ്കിൽ വേറെ കളറിന്റെ എലമെന്റ്സ് ഒന്നും കൊടുക്കാതെ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു സിമ്പിൾ ലുക്ക് കൊടുക്കുന്ന, എന്നാൽ നമുക്ക് ഫുൾ എംബ്രോയിഡറി ഉള്ള ഒരു പാറ്റേണിലുള്ള സാരിയാണ്. ഈ ഒരു ഡിസൈൻ, അതായത് ആ ഒരു ബോർഡറിലുള്ള ഡിസൈൻ ഇത് റണ്ണിങ് പോർഷനിലൂടെ സ്പ്രെഡ് ചെയ്ത് ചെസ്റ്റ് പോർഷനിലോട്ടും ഫുള്ളായിട്ട് ഇതിങ്ങനെ തന്നെ വരുന്നുണ്ട്. കണ്ടോ, ഇതിന്റെ നമ്മൾ ജസ്റ്റ് ആ ഒരു പല്ലുവിന്റെ എൻ പോർഷനിൽ കണ്ട ആ ട്രയാങ്കിളിൽ നിന്ന് ആ ഒരു കണ്ടിന്യൂറ്റിയിലാണ് ഇതിന്റെ ബോർഡറിലേക്ക് ഡിസൈൻസ് വരുന്നത്. ഇതുണ്ട്, ബോർഡറിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു ഡിസൈൻസ് ഈ ഒരു ഗ്യാപ്പിൽ കയറി വരുന്നുണ്ട്. ഇത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടും നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സിന്റെ അങ്ങോട്ട് വരുന്നിടം വരെയും, അതായത് ഉടുത്ത് വരുമ്പം മുകളിലോട്ട് വരുന്ന അത്രയും ഭാഗത്തോട്ടും ഈ ഒരു ഡിസൈൻ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ആ ഒരു മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് കുറച്ചൊരു ഡെപ്ത് ഉള്ള ഫീലിൽ തന്നെ ആ ഒരു ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ബോട്ടം ഫ്ലീറ്റിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം ആ ഒരു ഫ്ലീറ്റ്സിന് ആ ഒരു കുറച്ച് ഭാഗത്ത്, ഫ്ലീറ്റ്സിന് മുമ്പായിട്ട് വരുന്ന പോലെ കുറച്ച് ഭാഗത്ത് ഗ്യാപ്പ് വന്നതിന് ശേഷം നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ നിന്ന് ഫ്ലീറ്റ്സിലോട്ട് വരുന്നത് പോലെ വീണ്ടും ഒരു കുറച്ച് 3-4 ഫ്ലവേഴ്സ് ഇങ്ങനെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ, അതായത് ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ചെസ്റ്റ് പോർഷൻ ഇതുണ്ട്, ഇതുപോലെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ ഒരു ഫ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലെയാണ് ഈ ഒരു ഫ്ലവേഴ്സ്. ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് ഫ്ലവേഴ്സ്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2350 ആണ്. 2350 rupees ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. പ്യൂർ റെഡ് ഷെയ്ഡ്സ് വേണ്ട, കുറച്ചൊരു റെഡിഷ് ആയിട്ടുള്ള ഗ്രീൻ മിക്സ് ചെയ്തിട്ടുള്ള വേറെ ഷെയ്ഡ്സ് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡാണ്. ഇതൊരു ഓണിയൻ പിങ്ക് എന്നും പറയാം, അതുപോലൊരു ലൈറ്റ് ഒരു മൂവാ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ്. ഭയങ്കര റെഡ് ഷെയ്ഡ്സ് വേണ്ട, കുറച്ചുകൂടി ഒരു ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ന്യൂഡ് കളറും ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു പോർഷനിൽ സ്കാറ്റർ ചെയ്താണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. കച്ച് വർക്ക് ആയിട്ടുള്ള മോട്ടീവ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കച്ച് വർക്ക് മോട്ടീവ്സ് ഇതുപോലെ പല്ലു പോർഷനിൽ സ്കാറ്റർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഫ്ലവർ പാറ്റേൺസ് ഒക്കെ അല്ലാതെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് സ്കാറ്റർ ചെയ്ത് നല്ലൊരു പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി തന്നെയാണിത്. നൈലോൺ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ അത്യാവശ്യം ഫ്ലോയി ആണ്. സ്റ്റിഫ്നെസ്സും സ്റ്റാഷും ഒന്നും വേണ്ടാത്ത ആൾക്കാർക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും. അതുപോലെ ഏത് ക്ലൈമറ്റിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനും ഉണങ്ങാനും ഒക്കെ എളുപ്പമുള്ളൊരു ഫാബ്രിക് ആണ്. ഇതാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ. ഇത് ഡിസൈൻസിന്റെ നമ്പർ നേരത്തെ ഡിസൈൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഇത് കച്ച് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് നല്ലതായിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉൾവശത്ത് വരുന്നത് പോലെ നമ്മൾ നേരത്തെ കാണിച്ചൊരു പാറ്റേണിൽ കാണിച്ചതുപോലെ ചെസ്റ്റിന്റെ ഉള്ളിൽ വരുന്നിടത്തും ഇതുപോലെ ഒരു ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. അതുപോലെ ഇതിന്റെ ട്രാൻസ്പെറൻസി ഒക്കെ നമുക്ക് നോർമലി കോട്ടൺ ചെക്കോട്ടാടെയും ഒക്കെ രീതിയിൽ തന്നെയാണ് ട്രാൻസ്പെറൻസി വരുന്നത്. ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അല്ല. നല്ല ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന നല്ലൊരു കളറിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം ഫ്ലീറ്റിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ബോട്ടം ഫ്ലീറ്റിലോട്ട് വരുമ്പോൾ ഇതുപോലെ സ്കാറ്റർ ചെയ്താണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഉടുത്ത് വരുമ്പം കാണുന്ന എല്ലാ ഭാഗത്തും സ്കാറ്റർ ചെയ്ത് വരുന്നൊരു പാറ്റേണിലാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. കച്ച് വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2950 ആണ്. 2950 rupees.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ഒരു ക്രിസ്മസ് കളക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു പാറ്റേൺ സാരീസ് ഒരുപാട് പ്രാവശ്യം സബ്സ്ക്രൈബർ കളക്ഷനിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരുപാട് റിപ്പീറ്റ് ഓർഡേഴ്സ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത്. ഇത് നമ്മൾ വൈറ്റിലും ഓഫ് വൈറ്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പം നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു സ്ട്രോബെറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ലീവ് ഒരു നിറച്ചും ലീവ്സും അതുപോലെ 3 സ്ട്രോബെറീസും വരുന്നത് പോലെ ലോങ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രോബെറിയാണ്. 2 ഷെയ്ഡ്സിലാണ് ഈ ഒരു സ്ട്രോബെറി ചെയ്തിരിക്കുന്നത്. ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും അതുപോലെ ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡും. അങ്ങനെ ആ ഒരു സ്ട്രോബെറിയുടെ ഒരു ശരിക്കുമുള്ള ഒരു ഫീൽ വരാൻ വേണ്ടി ഒരു 3D ഇഫക്റ്റ് എന്നൊക്കെ പറയാവുന്ന പോലെ വരുന്ന രീതിയിൽ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്ത് അതുപോലെ ആ ഒരു സ്ട്രോബെറിയുടെ പുറത്തുള്ള ആ ഒരു ഡിസൈൻസ് ഒക്കെ അതുപോലെ തന്നെ നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് പല്ലുവിന്റെ മെയിൻ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. അതിനുശേഷം പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും അതുപോലെ സെൻട്രൽ പോർഷനിലും സെയിം സൈസിൽ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെയിം ആ ഒരു 3 സ്ട്രോബെറീസും അതുപോലെ ലീഫ് പാറ്റേണും വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു സിംഗിൾ സ്ട്രോബെറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫും ഒരു സ്ട്രോബെറിയും വരുന്നത് പോലെ ഇതിന്റെ സിംഗിൾ ആ ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോബെറി ഡിസൈൻസ് 3 എണ്ണം. കറക്റ്റ് നമുക്ക് ക്രിസ്മസ് തീമിൽ പറ്റുന്നത് പോലെ ഈവൻ ക്രിസ്മസ് തീമിൽ നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കളക്ഷൻ ആണ്. വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ കൂടുതലും അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഒരു ക്രിസ്മസ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളക്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. സെയിം സൈസിൽ നമ്മൾ ആ പല്ലുവിൽ കണ്ട സെയിം സൈസിൽ വരുന്ന 3 ഡിസൈൻസ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ സെയിം ഡിസൈൻ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും 3 ആ ഒരു സ്ട്രോബെറി പാറ്റേൺ വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. ആ ചെറിയ ചെറിയ ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിസൈൻസ് നോർമലി കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു ഡിസൈൻ സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിലാണെങ്കിലും നോർമലി 2 ഡിസൈൻ വരുന്നിടത്ത് 3 ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ എൻഡിലാണെങ്കിലും നോർമലി 2 എൻഡിലും വരുന്നത് പോലെ ഇതിനകത്ത് 3 ഡിസൈൻ ആ നടുക്കും ഒക്കെ വരുന്നത് പോലെ അഡീഷണൽ ആയിട്ട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരി റേറ്റ് വരുന്നത് 1975 റുപ്പീസ് ആണ്. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സാരീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെ നിങ്ങളുടെ വർക്കും ഒക്കെ നമ്മുടെ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.